ദില്ലിയിലെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കുറവുമില്ല എന്നതാണ് നിലവിലെയും അവസ്ഥ. നിയന്ത്രണം കടുപ്പിക്കുകയാണ് ഏതായാലും സർക്കാർ. മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ പുക സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനവും ലഭിക്കില്ല. ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. വായുമലിനീകരണം രൂക്ഷമായതോടെ ദില്ലിയിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ ഒരു പെട്രോൾ പമ്പിന് മുന്നിലാണ് ഉള്ളത്. പെട്രോൾ പമ്പിൽ ഇനി മുതൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്തുമെന്നുണ്ട്. രണ്ട് വഴിയിലൂടെയാണ് പ്രധാനമായും ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക. ഇവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. വാഹനം ഇവിടെ വരുമ്പോഴേക്ക് ഇത് നമ്പർ പ്ലേറ്റ് കാണുകയും പിന്നീട് ഇത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നറിയും. ഇല്ല എങ്കിൽ ഇതിലൂടെ ബീപ്പ് സൗണ്ട് കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനുശേഷം മാത്രമേ, അങ്ങനെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ കടുത്ത ഫൈൻ ഈടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലെങ്കിൽ പെട്രോൾ കിട്ടുകയും ചെയ്യും. ചില പെട്രോൾ പമ്പുകളിലാണെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർ പ്രത്യേക പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ആളുകളൊക്കെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണ് ഇപ്പോൾ വന്ന് പെട്രോൾ അടിക്കുന്നത്. ആളുകൾ പെട്രോൾ അടിക്കുന്നതിൻ്റെ കാഴ്ചയാണ്. आज करेगी, कल को कुछ न कुछ तो उसका बेनिफिट मिलेगा. ये कदम सही है. पोल्यूशन को देखते हुए पोल्यूशन के नॉर्म्स होने चाहिए, इवन व्हीकलर नॉर्म्स होने चाहिए. जिम्मेदारी सबकी है, पब्लिक की भी है, गवर्नमेंट की भी है. एवरीवन शुड कम टुगेदर एंड फाइट दिस मेनेस. पोल्यूशन की और बहुत सारे रीजंस हैं, उनको पहले टैकल करना चाहिए. व्हीकलर पोल्यूशन ठीक है, होता है. सर्टिफिकेट हो, नॉर्म्स ठीक हो, दैट इज नीडेड. क्योंकि पोल्यूशन ज़्यादा हो रहा है, बिल्कुल लेना पड़ेगा सर. ये तो ज़रूरी है, ये तो बहुत ज़रूरी है. अगर नहीं लेंगे तो फिर तो ऐसे बिगड़ेंगे सब. എല്ലാവരും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നുള്ളതാണ് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്, അത് എടുക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ വരുന്ന പെട്രോൾ അടിക്കാൻ എത്തുന്നവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ദില്ലി പോവുകയാണ്. നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും 50% ആളുകൾ ഓൺലൈൻ വഴി ജോലി ചെയ്യണം, വർക്ക് ഫ്രം ഹോം നൽകണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഏതായാലും ഇതിലൊക്കെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത്. ദില്ലിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ദില്ലി.